ഇനി ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരാനിരിക്കുന്നു. മഹാനവർകൾ ഇവിടെ വന്നിട്ട് ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീഅത്തിനെ ബലപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് കാര്യങ്ങൾ വിധിക്കുന്നു. ലോകത്തുള്ള എല്ലാ ആളുകളിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം ഒന്നുകൂടി വ്യാപിപ്പിക്കുന്നു. ഇഞ്ചിയിൽ പഠിപ്പിക്കാനല്ല ഇനി വരുന്നത്, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ദീൻ നടപ്പിലാക്കാൻ, 7 വർഷം നീതിപരമായ ഭരണം നടത്താൻ. യൻസിലു ഫീക്കും ഈസ ഇബ്നു മറിയമ ഹകമൻ മുഖ്സിതൻ അദ്ലാ. ഈസാ നബി അലൈഹിസ്സലാം നിങ്ങളിൽ ഇറങ്ങി വരും, നീതിമാനായ വിധികർത്താവായിട്ട് ഇറങ്ങി വരും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ ഈസാ നബി അലൈഹിസ്സലാം വിധിക്കും. ഏകദേശം സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവിനോടനുബന്ധിച്ച് അതിൻ്റെ തൊട്ടു മുമ്പായി ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ വരവുണ്ട്. മഹദി ഇമാം റളിയല്ലാഹു അൻഹു ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരികയല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദമസ്കസിലെ വെളുത്തൊരു മിനാരത്തിൽ മലക്കുകളുടെ ചിറകിന്റെ സംരക്ഷണത്തിലായി ഭൂമിയിൽ സുബ്ഹ് വാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് താഴോട്ട് എത്തുന്ന സമയത്ത് ഇന്ന് നാം കേൾക്കുന്ന വളരെ ഭീതിതമായ രംഗങ്ങൾ കേൾക്കുന്ന മസ്ജിദുൽ അഖ്സ അന്ന് ശാന്തമാണ്. അന്ന് മസ്ജിദുൽ അഖ്സയിലെ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ആണ്. അവരാണ് മസ്ജിദുൽ അഖ്സയിൽ അന്ന് ഇമാമത്ത് നിൽക്കുന്നത്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിലെ ഒരു വലിയ മഹാനാണ്. ഒരു വലിയ ശൃംഖലക്ക് അവസാനം കുറിക്കുന്ന ഒരു മഹാനാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മു അബീ. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ നാമം എൻ്റെ നാമമാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ നാമം എൻ്റെ ഉപ്പയുടെ നാമമാണ്. അഥവാ മഹദി എന്ന് ജനങ്ങൾ വിളിക്കുന്ന ഒരു പ്രശംസയുടെ ഒരു പേരാണ്. ഒറിജിനൽ പേര് മുഹമ്മദ് എന്നാണ്, ഉപ്പയുടെ പേര് അബ്ദുല്ലാഹി എന്നാണ്. അഹ്ലു ബൈത്തിൽ പിറക്കുന്ന ആ വലിയൊരു മഹാൻ ലോകത്ത് പശ്ചിമേഷ്യയിൽ കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമാധാനം മുഴുവനും പുനഃസ്ഥാപിക്കുകയും അവിടെ മർദ്ദിതരായി കഴിയുന്ന ജനവിഭാഗത്തിന് വലിയ താങ്ങും തണലുമായി വർത്തിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നേതൃത്വം നൽകും. ആ നേതൃത്വത്തിന്റെ കീഴിൽ ജനങ്ങൾ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുന്നത്. വാങ്ക് വിളിച്ച ഉടനെ തന്നെ ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയും, ഈസാ നബി അലൈഹി സ്വലാം വന്നിട്ടുണ്ട്, ദമസ്കസിൽ എത്തിയിട്ടുണ്ട്. ദിമഷ്കിൽ നിന്ന് നേരെ ആദ്യമായി മഹാനവറുകൾ കയറുന്ന പള്ളി മസ്ജിദുൽ അഖ്സയാണ്. സുബ്ഹി നിസ്കാരത്തിന് ആദ്യം ഭൂമിയിലെത്തുന്നു. സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇമാം മഹദി റളിയല്ലാഹു അൻഹുവും വിശ്വാസികളും വളരെ സന്തോഷത്തോടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വരവേൽക്കും. ഇമാമത്ത് നിൽക്കാൻ വേണ്ടി, ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, വാങ്ക് വിളിച്ച സമയത്ത് ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഭൂമിയിലല്ലേ വാങ്ക് വിളി നടന്നത്, അത് നിങ്ങളാണ് മുഴുവനായും അത് കേട്ടവർ. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇമാമായി നിൽക്കണം. ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഇമാമായി നിന്ന് ഭൂമിയിൽ ആദ്യത്തെ സുബ്ഹി നിസ്കാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയിൽ മഅ്മൂമായി നിർവഹിക്കും. നേരെ പിറ്റേന്ന് തന്നെ ദജ്ജാൽ എന്ന് പറയുന്ന വലിയ കൊടിയ ഫിത്നക്കാരൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കാഴ്ച കാണും. ദജ്ജാൽ ആദ്യം കാണുന്ന കാഴ്ചയിൽ തന്നെ അവന്റെ ശരീരം വിറവിറച്ചു പോകും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണല്ലോ ദജ്ജാലിനെ വധിക്കുന്നത്. ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അല്ലാഹു മഹാനവർകളെയാണ്. ദജ്ജാൽ ഇങ്ങനെ ഉരുകിയൊലിക്കുന്നൊരു സന്ദർഭം പോലെ ശരീരം വിറച്ചിട്ട് വിറവിറക്കുമ്പോ ദജ്ജാലിനോട് പറയും, നിനക്കുള്ള സമയം ആകുന്നേ ഉള്ളൂ,
നിന്നെ പിടികൂടപ്പെടും, നിന്റെ കൂടെയുള്ള ശത്രുക്കളെ മുഴുവനും വധിക്കപ്പെടും. അന്നേറ്റവും കൂടുതൽ ദജ്ജാലിന്റെ കൂടെയുള്ള സഹായികൾ യഹൂദികളാണ്. ഇന്ന് മുസ്ലിങ്ങളെ വേട്ടക്ക് ഉപയോഗിക്കുന്ന ജൂതന്മാരില്ലേ സഹോദരങ്ങളെ, അന്നവരേറ്റവും കൂടുതൽ ദജ്ജാലിന്റെ പിന്നണികളായി പ്രവർത്തിക്കും. ദജ്ജാലിന്റെ കൂടെ ലക്ഷക്കണക്കിന് യഹൂദികളുണ്ട്. ഹദീസിൽ കാണാം, ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെടും. ദജ്ജാലുമായുള്ള വലിയ പോരാട്ടത്തിൽ ആദ്യമായി ജൂതന്മാരുടെ എണ്ണം അത്രയും അധികം ഭൂമിയിൽ പിടഞ്ഞു വീഴുന്നത് ആദ്യമായിരിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാർമ്മികത്വത്തിൽ ഭൂമിയിൽ അങ്ങനെ ഒരു സംഭവം അരങ്ങേറാനുണ്ട്. പിന്നീട് ദജ്ജാല് പല ഭാഗങ്ങളിലൂടെയും മസ്ജിദുൽ അഖ്സയിലേക്കും മസ്ജിദുൻ നബവിയിലേക്കും പലയിടങ്ങളിലേക്കും കടക്കാനുള്ള വഴികൾ അന്വേഷിക്കും. മസ്ജിദുൻ നബിയുടെ പരിസരങ്ങളിലേക്ക് പോയി ഒന്ന് ഹറമിലേക്ക് കടക്കാൻ പറ്റുമെന്ന് അവൻ നോക്കും. കാരണം ഹറമിന്റെ ഉള്ളിലെത്തിയാൽ സുരക്ഷിതത്വമാണ്, ഹറമിന്റെ ഉള്ളിൽ നിർഭയമാണ്. പക്ഷേ ഹറമിലേക്ക് കടക്കാനുള്ള എല്ലാ വഴികളിലും മലക്കുകളുടെ സംഘത്തെ കാണാം. മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കാണുമ്പോ അങ്ങോട്ട് കടക്കാൻ കഴിയാതെ പിന്തിരിയും. ഭൂമിയിൽ 4 സ്ഥലങ്ങളിലേക്ക് നുഴഞ്ഞു കയറ്റം അവൻ നടത്തും. ഒന്ന് മസ്ജിദുൽ ഹറാമിലേക്കാണ്, മറ്റൊന്ന് മസ്ജിദുൻ നബവിയിലേക്കാണ്, വേറൊന്ന് മസ്ജിദ് തൂരിസീനയിലേക്കാണ്. തൂരിസീന പള്ളി. അവിടെ പോയി നോക്കുമ്പോ പള്ളിയൊന്നും കാണാനില്ല. തൂരിസീന കണ്ടവരുണ്ട് അതില്? ആരുമില്ലേ? പിന്നെ എന്തിനാ പടച്ചോനെ ഈ പൈസ ഒക്കെ തന്ന് ഒന്ന് എടുത്തു വെച്ച് പോയിക്കൂടെ? അപ്പൊ ഈ പൊട്ടലും ചീറ്റലും കഴിഞ്ഞോട്ടെ, ഇനി പോയാൽ മതി. മറ്റേ നിങ്ങൾക്കും ഇവിടെ വൈകി തസ്കരിക്കേണ്ടി വരും. ഈ സംഘർഷാവസ്ഥ കഴിഞ്ഞോട്ടെ. തൂരിസീനയൊക്കെ കാണണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പൊട്ടലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പോയി കണ്ടു. പക്ഷെ തൂരിസീനയിൽ ആ പറഞ്ഞ രീതിയിൽ പള്ളിയൊന്നും ഇപ്പൊ അവിടെ കാണാനില്ല. അവിടെ ഒരു ചർച്ചുണ്ട്. നേരത്തെ പള്ളിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ പിന്നീട് പള്ളിയായി വരാൻ സാധ്യതയുണ്ടാകും. ഈസാ നബി അലൈഹി സ്വലാമൊക്കെ വരുമ്പോ പരിവർത്തനങ്ങളല്ലേ പല ഭാഗത്തും വരിക. ആ തൂരിസീനയിലേക്ക് കയറുന്ന ഭാഗത്ത് ഇപ്പോഴും എഴുത്തുണ്ട്, അന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരോട് അള്ളാഹു കൊടുത്തൊരു നിർദ്ദേശമാണ്, ചെരുപ്പഴിച്ചു വെക്കണം. നിങ്ങൾ ഈ കയറാൻ പോകുന്ന താഴ്വര പരിശുദ്ധമായ താഴ്വരയാണ്. അത് ചെറിയൊരു താഴ്വരയല്ല. എന്താണ് ആ താഴ്വരക്കുള്ള ബഹുമാനം? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുമായി സംവദിച്ച താഴ്വരയാണ് തൂരിസീന. 70 ആളുകളെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി മുനാജാത്ത് നടത്തിയ താഴ്വരയാണ് തൂരിസീന. അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധമായ തൗറ ഏറ്റുവാങ്ങിയത് തൂരിസീനയിൽ വെച്ചാണ്. റബ്ബിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് നല്ല ബലത്തോടെ നിൽക്കാൻ പറഞ്ഞൊരു കേന്ദ്രവുമാണ് തൂരിസീന. ദുആഇന് ഉത്തരമുള്ള വലിയ ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ് ഭൂമിയിലെ സ്ഥലം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ യാത്രയിൽ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ച മണ്ണാണ് തൂരിസീന മണ്ണ്. 2 റക്അത്ത് ഇറങ്ങി നിസ്കരിക്കൂ നബിയെ. ബുറാഖിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ച 4 സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് തൂരിസീന. പവിത്രധന്യമായ തൂരിസീനയുടെ പള്ളിയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ ദജ്ജാൽ ഉദ്ദേശിക്കും, പക്ഷേ കഴിയില്ല. അവസാനമായി മസ്ജിദുൽ അഖ്സയിലേക്കൊന്ന് കടക്കട്ടെ എന്ന് കരുതും. മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് ബാബുലുദ് എന്നൊരു സ്ഥലം ഇന്നും ഉണ്ട് സഹോദരങ്ങളെ. ബാബുലുദ് എന്ന സ്ഥലം നിങ്ങൾ പോയി നോക്കൂ, ആളുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാണ് ബാബുലുദ്. ബാബുലുദ്ദിൽ വെച്ചാണ് അവസാനം ദജ്ജാലിനെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം വേട്ടയാടി പിടിച്ചു കൊന്നുകളയുന്നത് ബാബുലുദ്ദിൽ വെച്ചാണ്. ആ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുന്നത് 7 വർഷം ഇവിടെ പ്രചാരണ പ്രവർത്തനം നടത്തുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന് ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ്. ഈസാ നബി അലൈഹിസ്സലാം മദീനത്ത് വരൂലേ? വരും. ഹദീസിൽ പറഞ്ഞല്ലോ, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈസാ നബി അലൈഹിസ്സലാം എന്നെ ഒന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഖബർ ഷരീഫിന്റെ സമീപത്ത് വന്ന് അള്ളാഹുവിന്റെ റസൂലുമായി സംവദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമ്പോ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് കാലക്കൂട്ടി തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം വന്ന് വിളിക്കും, സിയാറത്തിന് വരും. അവസാനം ഈസാ നബി അലൈഹിസ്സലാം വഫാത്തായി കിടക്കുന്നതും ഹുജ്റത്തു ഷരീഫയുടെ പരിസരത്താണ്. ഒന്ന് ഹുജ്റയിലേക്ക് സശ്രദ്ധം നോക്കൂ. ഒരൊറ്റ ഖബറിനുള്ള സ്ഥലം കൂടി അവിടെ ബാക്കി കാണാം. ശ്രദ്ധിച്ചു നോക്കൂ. പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയിലേക്ക് 3 വലിയ മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ തൊട്ടു ചാരേ ഒരൊറ്റ ഖബറിന് കൂടി സ്ഥലമുണ്ട്. അതൊരു രാജാവിനുമല്ല, ഒരു നേതാവിനുമല്ല, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അവരെ ഖബറടക്കപ്പെടുന്നത് ഹുജ്റത്തു ഷരീഫയിലാണ്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീന് ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ലേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വം എത്ര വലുതാണ്. അവിടുത്തെ ദീന് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുകയാണ്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ലോകത്ത് അവസാനിക്കാത്ത മഹത്വമാണ്, നിലനിൽക്കുന്ന മഹത്വമാണ്. അതുകൊണ്ടാണ് റബ്ബദിനെ കുറിച്ച് പറഞ്ഞത് വറഫഅനാ ലക ദിക്റക്, വറഫഅനാ ലക ദിക്റക്. ഓ നബിയെ, അങ്ങയുടെ പ്രകീർത്തനം നാം അത് ഉയർത്തിയിരിക്കുന്നു. അങ്ങയുടെ പ്രകീർത്തനം നാം ഉയർത്തിയിരിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ പ്രകീർത്തനമാണ്. സദാ സമയത്തും മുഴങ്ങുന്നൊരു പ്രകീർത്തനമുണ്ടെങ്കിൽ, സദാ സമയത്തും മുഴങ്ങുന്നൊരു മദ്ഹുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹൊന്ന് മാത്രമാണ്. എന്താണ് ഈ ആയത്തിനെ മഹാന്മാര് വിവക്ഷിച്ചത്? ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. എന്നെ പറയപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും തങ്ങളെയും പറയപ്പെടും നബിയേ. എവിടെയെല്ലാം അള്ളാഹുവിനെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയപ്പെടണം. അല്ലാതെ ഒരു സംഗതി പൂർത്തിയാകില്ല. വെള്ളിയാഴ്ച ഖുത്ബ ഓതുന്ന ഖതീബ് ഹംദ് മാത്രം ചൊല്ലിയിട്ട് ഖുത്ബ നിർവഹിച്ചാൽ ഖുത്ബ സ്വഹീഹല്ല. ഹംദിന്റെ ശേഷം സ്വലാത്തും ചൊല്ലണം. നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നിസ്കാരത്തിൽ അള്ളാഹുവിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ആ അഭിവാദ്യം കഴിഞ്ഞ ഉടനെ ലോകത്തിന്റെ നേതാവിന് സലാം പറയുന്നു. ആ ഒരു സലാം പറയാതെ ഇവിടെ നിസ്കരിക്കാൻ ആർക്കും കഴിയില്ല. നിസ്കാരത്തിന് മുമ്പും മറ്റു സന്ദർഭങ്ങളും ബാങ്ക് വിളിക്കുമ്പോ, അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യപ്പെടുത്തൽ കൊണ്ട് മാത്രം ബാങ്ക് പൂർത്തിയാകൂല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 24 മണിക്കൂറും ഈ ഒരു ശബ്ദം ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ക് മുഴങ്ങാത്ത ഒരു സമയം ലോകത്തില്ല. നിസ്കാരം നടക്കാത്തൊരു സമയവും ലോകത്തില്ല. നമ്മളിപ്പോൾ ഇശാ നിസ്കരിച്ചു, പലരും മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്ന ആളുകൾ ലോകത്തുണ്ട്. അസ്ർ നിസ്കാരത്തിന്റെ സമയമായി അതിനു വേണ്ടി തുനിയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലേക്കും തുനിഞ്ഞു നോക്കിയാൽ നാം നിസ്കരിച്ച നിസ്കാരത്തിന്റെ പിറകോട്ടുള്ള നിസ്കാരങ്ങളൊക്കെ പലയിടങ്ങളിലും ഇപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ആകയാൽ 24 മണിക്കൂറും ഇടതടവില്ലാതെ ഭൂമിയിൽ നടത്തപ്പെടുന്ന കർമ്മമായ നിസ്കാരം, ആ നിസ്കാരങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പുകഴ്ത്തുന്നു. അവിടുത്തേക്കൊരു സലാം പറയാതെ, കൃത്യമായും ആ സലാം കൊടുക്കാതെ ഒരാൾക്കും നിസ്കാരം ലഭിക്കില്ല. ബാപ്പക്കൊരു സലാം പറഞ്ഞാലോ, ഉമ്മക്കൊരു സലാം പറഞ്ഞാലോ, സഹോദരങ്ങളെ, നിസ്കാരം ബാത്തിലാണ്. ഇൽമ പഠിപ്പിച്ച ഉസ്താദിനൊരു സലാം പറഞ്ഞാലോ, ഉസ്താദ് വഫാത്തായി പോയി, നിസ്കാരം ബാത്തിലാണ്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാതെ നിസ്കാരമില്ല, ഖുതുബയില്ല, ദുആ
ഇല്ലാ. ദുആ സ്വഹീഹാകണമെങ്കിൽ, പൂർണ്ണമായും അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഹംദ് പറഞ്ഞിട്ട് സ്വലാത്ത് പറയണം. മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടൊരു സ്വഹാബി ദുആ ചെയ്തു. ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. നല്ല വചനങ്ങളാണ് ദുആർക്കുന്നത്. പക്ഷേ ദുആഇന്റെ മുമ്പ് ഹംദില്ല, സ്വലാത്തില്ല. ദുആ മാത്രം ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോയപ്പോ തങ്ങൾ പറഞ്ഞു, അജില ഹാദാ, അജില ഹാദാ. ഈ സ്വഹാബിക്ക് തിരക്കായി പോയി, ഈ സ്വഹാബിക്ക് തിരക്ക് കൂടി പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാൻ അവർകൾ കൈയുയർത്തി ദുആർക്കുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തും ചൊല്ലിയിട്ട് അങ്ങനെ ദുആർക്കുമ്പോ പിറകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൽ, ചോദിച്ചോളൂ, എത്രയും ചോദിച്ചോളൂ, തുഴുത്ത, നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകപ്പെടും. എന്തേ ആദ്യം ദ്വാരുന്ന ആൾക്ക് ഇങ്ങനെ പറയാതിരുന്നത്? ആ ദ്വാരുന്ന ആള് ഹംദും സ്വലാത്തും ചൊല്ലിയില്ല. ഹംദും സ്വലാത്തും ഒരു സമർപ്പണമാണ്. ആ ഹംദും സ്വലാത്തും ഒരു വലിയ ഇബാദത്താണ്, അദബാണ്. അത് നിർവഹിക്കാതെ ദുആഇന് ഉത്തരമില്ലെന്ന് പറയുമ്പോ എത്രമാത്രം വലിയ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്, സ്വലാത്ത് ചൊല്ലുന്നവരുടെ ദുആഇന് വലിയ ഉത്തരമുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല. ഹംദും സ്വലാത്തും ദുആഇന്റെ ഉത്തരം കിട്ടാൻ വലിയ കാരണമാണ്. ഹംദ് ചൊല്ലണം, സ്വലാത്തും ചൊല്ലണം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അതിനേക്കാളും വലിയ ബഹുമാനമല്ലേ അള്ളാഹു നൽകിയത്? ലോകത്ത് ഒരു നബിക്കും നൽകാത്ത ബഹുമാനം, ഒരു സൃഷ്ടിക്കും നൽകാത്ത ബഹുമാനം. നമ്മളൊക്കെ നമ്മുടെ സാധാരണ കൂട്ടുകാര് വിളിക്കുന്ന വിളിയുണ്ട്, പേരെടുത്ത് വിളിക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാളും പേരെടുത്ത് വിളിക്കാവതല്ല. ലോകത്ത് അല്ലാഹു തആല പെർമിറ്റ് നിഷേധിച്ചു കഴിഞ്ഞു. സർവ അമ്പിയാക്കളെയും ജനങ്ങൾ പേരെടുത്ത് വിളിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ യാ ആദമു എന്ന് വിളിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിനെ യാ ഈസാ എന്ന് വിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനെ യാ മൂസ എന്ന് വിളിച്ചു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ വന്ന് ഒരഅറാബി ഒരിക്കൽ പേരുകൊണ്ട് സംബോധന ചെയ്തപ്പോൾ അല്ലാഹു ആയത്തിറക്കി, ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ അന്യോന്യം പേരെടുത്ത് വിളിക്കും പോലെ അല്ലാഹുവിന്റെ റസൂലിനെ പേരുകൊണ്ട് വിളിക്കല്ല. പകരം നിങ്ങൾ വിളിക്കേണ്ടത് എങ്ങനെയാണ്? ആ വിളിക്കേണ്ട ശൈലിയും അല്ലാഹു പഠിപ്പിച്ചു തന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആദം നബിയെ എങ്ങനെയാണ് വിളിച്ചത്? യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു എങ്ങനെയാ വിളിച്ചത്? യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചത് പേര് കൊണ്ടല്ലേ? ശുഐബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചത് പേര് കൊണ്ടല്ലേ? പേരെടുത്ത് വിളിക്കാത്ത ഒരു ഹബീബ് അല്ലാഹുവിന് ഒന്ന് മാത്രമാണ്. തിരുനബി അല്ലാഹു സംബോധന ചെയ്തത് യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസിറു. വിശുദ്ധ ഖുർആനിൽ എവിടെയും ഒരൊറ്റ സ്ഥലങ്ങളിലും പേരെടുത്ത് വിളിച്ചിട്ടേ ഇല്ല. ജനങ്ങളോടുള്ള കൽപ്പനയും അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ നമ്മൾ വിളിക്കുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ്. അയ്യുഹൻ നബിയു എന്ന് മാറ്റിയിട്ട് ഒരാൾ പേരെടുത്ത് വിളിച്ചാലോ ഏറ്റവും വലിയ അനാദരവാണ് അയാളെ നിസ്കാരം. ആ നിസ്കാരം തന്നെ സ്വീകാര്യമാകൂല, സ്വഹീഹാകൂല. വിളിക്കേണ്ട ശൈലി അങ്ങനെയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. പിന്നെയോ സലാം പറയുമ്പോൾ പൂർണ്ണ സലാം പറയണം.
നമ്മൾ സലാം പറയുമ്പോൾ സാധാരണ ചിലർ അസ്സലാമു അലൈക്കും എന്ന് പറയും അല്ലേ, ചിലർ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്ന് പറയും. വബറകാതുഹു എന്ന് പറയുന്നവർ കുറവല്ലേ? ഇനി വബറകാതുഹു കേൾക്കണമെങ്കിൽ മയ്യിത്ത് നിസ്കാരം വരേണ്ടി വരും. അതേ സമയത്ത് മുത്തുനബി തങ്ങൾക്കുള്ള സലാം പൂർണ്ണ സലാമാകണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറക്കാൻ പറ്റൂല, പൂർണ്ണ സലാമാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞ